Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബികോം BBA 6th സെമസ്റ്റർ എക്സാംസ് ഏപ്രിൽ 3 സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സോ നമ്മുടെ സ്മാർട്ട് സ്റ്റഡി വീഡിയോസ് കണ്ടിന്യൂ ചെയ്യാണ്. ഓൾറെഡി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് 4 സബ്ജക്ട്സിന്റെയും. അത് മാത്രമല്ല അതിനുശേഷം ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷൻ വീഡിയോസ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അതിനുശേഷം ഏറ്റവും കൂടുതൽ കുട്ടികളുടെ ഭാഗത്ത് നിന്ന് വന്നുള്ള ഒരു റിക്വസ്റ്റ് ആണ് 20 മാർക്ക് ഇന്റേണൽ MCQന്റെ ബേസിലാണ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ സ്റ്റുഡൻസിന് ലഭിക്കുക. സോ MCQന്റെ ഫുൾ വീഡിയോ ഓരോ സബ്ജക്റ്റിന്റെയും സെപ്പറേറ്റ് ആയിട്ട് ഒന്ന് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇന്നത്തെ വീഡിയോയില് 6th സെമസ്റ്റർ ബികോം സ്റ്റുഡൻസിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോബ്ലം പേപ്പർ ആണ് ഇൻകം ടാക്സ് ആൻഡ് GST. ഈ ഒരു സബ്ജക്റ്റിലെ MCQ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങളുടെ 20 മാർക്സ് ടോട്ടൽ 100ല് MCQന്റെ ബേസിലാണ്. സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത് നമ്മുടെ സ്ഥാപനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബികോം BBA എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. വീഡിയോ ക്ലാസ്സിന്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ടുള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. നമ്മുടെ പ്രത്യേകത എന്ന് പറയുന്നത് കുറച്ച് സമയം കൊണ്ട് തന്നെ എൻറ്റയർ സബ്ജക്റ്റ് നല്ല രീതിയിൽ പഠിപ്പിച്ച് അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതാണ് 6th സെമസ്റ്റർ ബികോം സ്റ്റുഡൻസിൻ്റെ MCQ ക്വസ്റ്റ്യൻസിൻ്റെ ഡീറ്റെയിൽസ് വരുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതിൽ നിന്ന് ഒരു 20 ചോദ്യങ്ങളാണ് വരാ. 20 ചോദ്യങ്ങൾ മുഴുവൻ സ്കോർ ചെയ്താൽ നമ്മുടെ ടോട്ടൽ മാർക്സിലത്രത്തോളം ബെനഫിറ്റ് ലഭിക്കും. നമുക്ക് എക്സ്റ്റേണലിൽ 80 മിനിമം മാർക്ക് വേണ്ടത് 16 മാർക്ക് 80 രണ്ടും കൂടിയിട്ടാണ്. അപ്പോൾ 35-36 മാർക്ക് അവിടെ വേണ്ടേ. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ചാപ്റ്ററിലത്തെ MCQ ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ക്ലബിംഗ് ആൻഡ് അഗ്രിഗേഷൻ ഓഫ് ഇൻകം 5th ഇൻകം ടാക്സിന്റെ കണ്ടിന്യൂവേഷൻ ആണ്. അപ്പോൾ അതിലാദ്യം റിവോക്കബിൾ ട്രാൻസ്ഫർ ഓഫ് അസറ്റ്സ് ഹാസ് ബീൻ ഡിഫൈൻഡ് അണ്ടർ സെക്ഷൻ 4 ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്. സെക്ഷൻ 51, 61, 71, നൺ ഓഫ് ദീസ്. സോ സെക്ഷൻ 61 ആണ് ആൻസർ വരുന്നത്. Revocable transfer of assets has been defined under section 61. Okay, moving to question number 2. In order to curb tax avoidance practices, some necessary clubbing provision have been incorporated under section. അപ്പോൾ ടാക്സ് അവോയ്ഡൻസ് പ്രാക്ടീസസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സം നെസസറി ക്ലബിംഗ് പ്രൊവിഷൻസ് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സെക്ഷൻ ഏതാണെന്നുള്ളതാണ്. So number 1 A 60 to 64, then 50 to 54, 70 to 74, none of these. So answer വരുന്നത് 60 to 64 ആണ്. ആദ്യത്തെ A ആണ് ആൻസർ വരുന്നത് കേട്ടോ. ഓക്കെ, മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 3. ഇൻക്ലൂഷൻ ഓഫ് അതേഴ്സ് ഇൻകംസ് ഇൻ ദി ഇൻകം ഓഫ് അസസി ഈസ് നോൺ ആസ്. റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ്, മിക്ക പേപ്പറിലും കാണാറുണ്ട്. നമ്പർ 1 ഇൻക്ലൂഷൻ ഓഫ് ഇൻകം, ദെൻ അതർ ഇൻകം, ക്ലബിംഗ് ഓഫ് ഇൻകം, നൺ ഓഫ് ദീസ്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ ആൻസർ കിട്ടിയിട്ടുണ്ടായിരിക്കും. അതിനാണ് എന്ത് പറയാ, ക്ലബിംഗ് ഓഫ് ഇൻകം. ഓക്കെ, മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 4. ക്ലബിംഗ് ഓഫ് ഇൻകം ഓഫ് മൈനർ ചൈൽഡ് ഹാസ് ബീൻ ഡിഫൈൻഡ് അണ്ടർ സെക്ഷൻ. ക്ലബിംഗ് ഓഫ് ഇൻകം മൈനർ ചൈൽഡിന്റെ ഏത് സെക്ഷനിലാണ് വരുന്നത്? ഓപ്ഷൻ എ 64 1A, then 74 1A, 64 1B, none of these. So അതിന്റെ ആൻസർ വരുന്നത് 64 1A. ഓക്കെ, നമുക്ക് വീണ്ടും പ്രതീക്ഷിക്കാം കേട്ടോ. 64 1A ക്വസ്റ്റ്യൻ നമ്പർ 4 ഇതിനായിട്ട് മുമ്പത്തെ പേപ്പറിൽ കണ്ടിട്ടുള്ളതാണ്. Then moving to question number 5. Exemption to parent comes under section. ഏത് സെക്ഷനിലാണ് വരുന്നത്? സെക്ഷൻ 10 സബ്സെക്ഷൻ 31, സെക്ഷൻ 10 സബ്സെക്ഷൻ 32, 10, 33, നൺ ഓഫ് ദീസ്. സോ അഞ്ചാമത്തെ എൻ്റെ ആൻസർ വരുന്നത് 10 സബ്സെക്ഷൻ 32. ഓക്കെ, മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 6. Amounting to rupees dash is exemption in respect to each minor child under
ക്ലബിംഗ് ആൻഡ് അഗ്രിഗേഷൻ ഓഫ് ഇൻകം. മൈനർ ചൈൽഡിൻ്റെ ഇൻകം നമ്മുടെ ക്ലബ് ചെയ്യുമ്പോൾ നമുക്ക് എക്സംഷൻ ലഭിക്കും. എത്ര എമൗണ്ട് വരെയാണ് നമുക്ക് അവിടെ എക്സംഷൻ ലഭിക്കുക? 2,500, 1,500, 3,500, none of these. നമുക്ക് എല്ലാവർക്കും അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. 1,500 ആണ് നമുക്ക് എക്സംഷൻ ലഭിക്കുക. ഓപ്ഷൻ ബി ആണ് ആൻസർ. Moving to question number 7. The person on whose name the property has been purchased is known as dash and the property is known as dash. അപ്പോൾ the person on whose name, ആരുടെ പേരിലാണ് പ്രോപ്പർട്ടി മേടിക്കുന്നത്, അവരെന്ത് പറയുന്നു? ആൻഡ് ദി പ്രോപ്പർട്ടീനെ പറയുന്ന പേരെന്താണ്? ഓക്കെ. നമ്പർ 1 ബിനാമിദാർ, ദെൻ ബിനാമി പ്രോപ്പർട്ടി, ostensible owner, own property, binami, then footpath, then none of these. So question number 7 answer വരുന്നത് ബിനാമിദാർ, then ബിനാമി പ്രോപ്പർട്ടി. എന്താ സംഭവം? ഓൺ ബിഹാഫ് ഓഫ് എ പേഴ്സൺ നമ്മൾ എന്ത് ചെയ്യുന്നു? മറ്റൊരു പേഴ്സന്റെ പേരിൽ പ്രോപ്പർട്ടി മേടിക്കുന്ന പരിപാടി ഉണ്ട്. ഇപ്പം എനിക്ക് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യാണ്? വേറൊരു വ്യക്തിയുടെ പേരിൽ പ്രോപ്പർട്ടി മേടിക്കുക, ടാക്സ് വെട്ടിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ. അപ്പോൾ ആ വ്യക്തിനെയാണ് നമ്മൾ എന്ത് പറയുക? ദി പേഴ്സൺ ഓൺ ഹൂസ് നെയിം ദി പ്രോപ്പർട്ടി ഹാസ് ബീൻ പർച്ചേസ്ഡ്, അവരെയാണ് നമ്മൾ എന്ത് പറയുക? ബിനാമിദാർ. ഓക്കെ. വേറൊരു വ്യക്തിയുടെ പേര്, അല്ലെങ്കിൽ എനിക്ക് ടാക്സ് വെട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? എൻ്റെ ഫ്രണ്ടിൻ്റെ പേരിൽ മേടിക്കുക. അപ്പോൾ ആ വ്യക്തിനെയാണ് പറയുക ബിനാമിദാർ. ദെൻ ആ പ്രോപ്പർട്ടീനെ ബിനാമി പ്രോപ്പർട്ടി എന്നും പറയും. ഓക്കെ. അപ്പോൾ ഓപ്ഷൻ എ ആണ് കേട്ടോ ആൻസർ വരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 8. ക്ലബിംഗ് പ്രൊവിഷൻ ആർ ആപ്ലിക്കബിൾ ഫോർ. ക്ലബിംഗ് പ്രൊവിഷൻ ആർക്കൊക്കെയാണ് ആപ്ലിക്കബിൾ ആവുക? HUF, ഇൻഡിവിജ്വൽ, ഫേംസ്, നൺ ഓഫ് ദീസ്. ക്വസ്റ്റ്യൻ നമ്പർ 8 ഇൻഡിവിജ്വലിനാണ് ക്ലബിംഗ് പ്രൊവിഷൻ ആപ്ലിക്കബിൾ ആവുക. ഓപ്ഷൻ ബി ആണ് ആൻസർ. മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 9. ക്ലബിംഗ് പ്രൊവിഷൻ ആർ ആപ്ലിക്കബിൾ ഇൻ കേസ് ഓഫ് പോസിറ്റീവ് ഇൻകം, നെഗറ്റീവ് ഇൻകം, ബോത്ത്, നൺ ഓഫ് ദീസ്. ക്വസ്റ്റ്യൻ നമ്പർ 9 രണ്ട് കേസിലും, പോസിറ്റീവ് ഇൻകം ആണെങ്കിലും നെഗറ്റീവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻകം ഇല്ലെങ്കിലും ഇൻകം ഉണ്ടെങ്കിലും ക്ലബിംഗ് പ്രൊവിഷൻ ആപ്ലിക്കബിൾ ആണ്. സോ ഓപ്ഷൻ സി ആണ് ആൻസർ, ബോത്ത്. മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 10. ഇൻ കേസ് പാരന്റ് ആർ സെപ്പറേറ്റഡ്, then the income of minor child will be included in the income of mother. സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട്. അപ്പോൾ മദർ, ഫാദർ, ദാറ്റ് പാരന്റ് ഹു മെയിൻറ്റെയിൻ ദി മൈനർ, നൺ ഓഫ് ദീസ്. സോ ക്വസ്റ്റ്യൻ നമ്പർ 10 ആൻസർ വരുന്നത് ആരാണോ നോക്കുന്നത്? സി ആണ്, ദാറ്റ് പാരന്റ് ഹു മെയിൻറ്റെയിൻ ദ മൈനർ. ഓക്കെ. സെപ്പറേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഹസ്ബൻഡും വൈഫും, എന്താണ് അവിടെ? മൈനറിൻ്റെ ഇൻകം എങ്ങനെയാണത് ക്ലബ് ചെയ്യുക എന്നുള്ളതാണ്. ദി പാരന്റ് ഹു മെയിൻറ്റെയിൻ ദി മൈനർ. ഓക്കെ. സോ ദാറ്റ്സ് അബൌട്ട് ക്വസ്റ്റ്യൻ നമ്പർ 10. Then next ടോപ്പിക്കിലത്തെ MCQ, set of and carry forward of losses ആണ്. Question number 11. Set of laws under the same head of income comes under section 60, 70, 80, 90. So question number 11 section 70 ആണ് വരുന്നത്. ഓപ്ഷൻ ബി ആണ് ആൻസർ. സെറ്റ് ഓഫ് ലോസ് അണ്ടർ ദി സെയിം ഹെഡുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യുമ്പോൾ അത് ഏത് സെക്ഷനിലാണ് പറയുന്നത് എന്നാണ് ചോദ്യം. സെക്ഷൻ 70 ആണ് വരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 12. സെറ്റ് ഓഫ് ലോസ് അഗെയിൻസ്റ്റ് ഇൻകം അണ്ടർ ദി ഹെഡ്സ് ഓഫ് ഇൻകം അണ്ടർ സെക്ഷൻ, എന്താണ്? സെറ്റ് ഓഫ് ലോസ് അഗെയിൻസ്റ്റ് ഇൻകം അണ്ടർ അതർ ഹെഡ്സ്, മറ്റ് ഹെഡുമായിട്ട് നമ്മൾ സെറ്റ് ഓഫ് ചെയ്യുമ്പോൾ അത് ഏത് സെക്ഷനിലാണ് പറഞ്ഞിട്ടുള്ളത്? 51, 61, 71, 81. ക്വസ്റ്റ്യൻ നമ്പർ 12 സെക്ഷൻ 71 പറഞ്ഞിട്ടുള്ളത്. സി ആണ് ആൻസർ കേട്ടോ. ഓക്കെ, സി. മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 13. ലോസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ക്യാൻ ബി സെറ്റ് ഓഫ് അഗെയിൻസ്റ്റ്. ഹൗസ് പ്രോപ്പർട്ടിയുടെ ലോസ് നമുക്ക് ഏതൊക്കെ ഹെഡുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ സാധിക്കും? ബിസിനസ് ഓർ പ്രൊഫഷൻ, ക്യാപിറ്റൽ ഗെയിൻ, സാലറി, ഓൾ ഓഫ് ദീസ്. ക്വസ്റ്റ്യൻ നമ്പർ 13 ഓൾ ഓഫ് ദീസ്, എല്ലാ ഹെഡുമായിട്ട്, ഈ പറഞ്ഞ 3 ഹെഡുമായിട്ടും നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ സാധിക്കും. ഓക്കെ. മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 14. ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ക്യാൻ ബി ക്യാരി ഫോർവേഡ്. ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ നമുക്ക് എത്ര വർഷം വരെ ക്യാരി ഫോർവേഡ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. നമ്പർ 1 8 സബ്സിക്വന്റ് അസസ്മെന്റ് ഇയേഴ്സ്, ദെൻ ഇൻഡെഫിനിറ്റ്ലി 6 ഇയേഴ്സ്, നൺ ഓഫ് ദീസ്. എല്ലാവർക്കും അറിയുന്നതാണ്, 8 വർഷം വരെ പറ്റും. ഓപ്ഷൻ എ ആണ് ആൻസർ വരാം കേട്ടോ.
8 subsequent assessment years. Moving to question number 15, short-term capital loss can be set off in the same assessment year from short-term capital loss നമുക്ക് സെറ്റ് ഓഫ് ചെയ്യണമെങ്കിൽ ഇൻ ദി സെയിം അസസ്മെന്റ് ഇയർ ഫ്രം എഴുതി നോക്കാൻ പറ്റും. ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ, ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആണ് കേട്ടോ. ഗെയിൻ ദെൻ ബോത്ത് നൺ ഓഫ് ദി ഷോർട്ട് ടൈം ക്യാപിറ്റൽ ലോസ് ഇതൊക്കെ ആയിട്ടാണ് സെറ്റ് ഓഫ് ചെയ്യാൻ സാധിക്കുക. ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ടും ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ടും സെറ്റ് ഓഫ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ആൻസർ എന്താ വരാ? ബോത്ത്. ഇത് രണ്ടുമായിട്ടും പറ്റും. ഓക്കെ, so that's about question number 15. Moving to question number 16, loss from specified business can be set off. Specified businessൽ നിന്നുള്ള ലോസ് എങ്ങനെ ഏതൊക്കെ ഹെഡായിട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ സാധിക്കും? നമ്പർ 1, ഇൻകം അതർ ദാൻ സാലറി, any head of income, profits of any other specified business only, none of the above. Question number 16 എന്താണ്? Loss from specified business can set off only from the profits of any other specified business. അപ്പോൾ സ്പെസിഫൈഡ് ബിസിനസിന്റെ ലോസ് സ്പെസിഫൈഡ് ബിസിനസിന്റെ പ്രോഫിറ്റുമായിട്ട് മാത്രമേ നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഓപ്ഷൻ സി ആണ് ആൻസർ വരാം. ഓക്കെ, മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 17, compulsory filing of loss return has been defined under section. Compulsory filing of loss return ഏതാണ് സെക്ഷൻ? 80, 70, 60, 50. ഓപ്ഷൻ എ 80 ആണ് ആൻസർ സെക്ഷൻ. ഓക്കെ, അണ്ടർ സെക്ഷൻ 80. ക്വസ്റ്റ്യൻ നമ്പർ 17 ആണ് പറഞ്ഞത്. മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 18, carry forward and set off of capital loss comes under section. എന്താണ് ക്യാരി ഫോർവേഡ്, അതുപോലെ തന്നെ സെറ്റ് ഓഫ് ഓഫ് ക്യാപിറ്റൽ ലോസസ് ഏത് സെക്ഷനിലാണ് വരുന്നത്? സെക്ഷൻ 74 സബ്സെക്ഷൻ 1 and 2, 73 സബ്സെക്ഷൻ 1 and 2, 71 subsection 1 and 2, then none of these. So question number 18 answer വരുന്നത് 74 subsection 1 and 2. ഓപ്ഷൻ എ ആണ് ആൻസർ. Moving to question number 19, the share of loss from a firm cannot be set off by a partner against his dash income. So the share of loss from a firmൽ നിന്ന് ലഭിക്കുന്ന ലോസ്, ഷെയർ ഓഫ് ലോസ് ഉണ്ടാവില്ല, ഒരു ഫേമിന്റെ ഭാഗമായിട്ടുള്ള ഒരു വ്യക്തിക്ക് അവിടെ നഷ്ടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ലോസ് cannot be set off by a partner against his dash income. Number 1 gross, then total, individual, net. Question number 19, ഇൻഡിവിജ്വൽ ഇൻകം ആയിട്ട് നമുക്ക് പറ്റില്ല സെറ്റ് ഓഫ്. ഓപ്ഷൻ സി ആണ് ആൻസർ. ഓക്കെ, മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 20, loss from house property can be set off only up to dash from any head on income. Any head on income. Loss from house property എത്ര വരെ നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 2,50,000, 2,00,000, 3,00,000, 4,00,000. ഏതാ? 2,00,000. ഓക്കെ, ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത് കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 20. മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 21, ലോസ് ഫ്രം ബിസിനസ് cannot be set off against. ലോസ് ഫ്രം ബിസിനസ് സെറ്റ് ഓഫ് ചെയ്യാൻ സാധിക്കാത്ത ഹെഡ് ഏതാണ്? നമ്പർ 1 സാലറീസ്, ദെൻ PGBP, ദെൻ ക്യാപിറ്റൽ ഗെയിൻ, നൺ ഓഫ് ദിസ്. ഏതാണ്? സാലറി ആയിട്ട് പറ്റില്ല ലോസ് ഫ്രം ബിസിനസ്. ഓക്കെ, സോ ക്വസ്റ്റ്യൻ നമ്പർ 21 ആണ് പറഞ്ഞത്. മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 22, ക്യാപിറ്റൽ ലോസ് can be carry forward for a maximum period of. ക്യാപിറ്റൽ ലോസ് നമുക്ക് എത്ര വർഷം വരെ ക്യാരി ഫോർവേഡ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. സോ നമ്പർ 1 4 subsequent years, then 8 subsequent years, 10 subsequent year, none of these. So question number 22. So ആൻസർ വരുന്നത് 8 subsequent years ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ കേട്ടോ. നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ആൻസർ മിസ്റ്റേക്ക് ഉണ്ട്. അപ്പോൾ 8 വർഷം വരെയാണ് നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാൻ സാധിക്കുക. ഓപ്ഷൻ ബി ആണ് ആൻസർ. മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 23, the loss in speculation business can be carry forward only for a maximum period of. സ്പെക്കുലേഷൻ ലോസ് നമുക്ക് എത്ര വർഷം വരെ ക്യാരി ഫോർവേഡ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. സോ നമ്പർ 1 4, then 8, 2, none of these. എത്ര വർഷം? 4 വർഷം. ഓപ്ഷൻ എ ആണ് ആൻസർ വരാം കേട്ടോ. മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 24, long term capital loss can be adjusted only against. Number 1 short term capital gain, long term capital gain, both, none of these. എന്താണ് ആൻസർ വരാ?
ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് മാത്രമേ സാധിക്കുള്ളൂ. ഓപ്ഷൻ ബി ആണ് ആൻസർ. ദാറ്റ്സ് അബൌട്ട് 24. Moving to 25, unabsorbed depreciation can be carry forward for a period of unabsorbed depreciation എത്ര വർഷം വരെ carry forward ചെയ്യാൻ സാധിക്കും? 8, 4, indefinite, none of this. എന്താണ് unabsorbed? ഇൻഡെഫിനിറ്റ് ആയിട്ട് നമുക്ക് carry forward ചെയ്യാൻ സാധിക്കും. ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത് കേട്ടോ. 25. Moving to question number 26. Loss from business of owning and maintaining racehorse can be carry forward for a period of എത്ര വർഷം വരെ carry forward ചെയ്യാൻ സാധിക്കുന്നതാണ്? 4, 8, indefinite, then none of these. So question number 26, 4 years ആണ് നമുക്ക് പറ്റുക. ഓപ്ഷൻ എ ആണ് ആൻസർ. Moving to question number 27, losses of discontinued business of an industrial undertaking after re-establishment or revival can be carry forward up to discontinued businessന്റെ എത്ര വർഷം വരെ നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ചോദിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 27, 8 subsequent years. ഇപ്പോൾ ലോസസ് ഓഫ് ഡിസ്കണ്ടിന്യൂഡ് ബിസിനസ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ undertaking after re-establishment or revival can be carry forward up to 8 subsequent years. Question number 27, option B ആണ് ആൻസർ. Okay, moving to question number 28. Loss from other sources can be carry forward for a subsequent years. എത്ര വർഷം വരെ carry forward ചെയ്യാൻ സാധിക്കും? 4, 8, no, carry forward, none of this. Loss from other sources നമുക്ക് carry forward ചെയ്യാൻ അവിടെ സാധിക്കില്ല എന്നുള്ളതാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ആ ഒരു ഹെഡിലത്തെ MCQ ക്വസ്റ്റ്യൻസിൻ്റെ ഡീറ്റെയിൽസ്. മൂവിങ് ടു ഡിഡക്ഷൻസ് അണ്ടർ ചാപ്റ്റർ 6A. Moving to question number 29, deduction under section 80C in respect of life insurance, then contribution to provident fund, etc. is allowed to any assessee, individual or HUF who is resident in India. Question number 29 in the individual or HUF. So option C ആണ് ആൻസർ വരുന്നത് കേട്ടോ. That's about question number 29. Then for claiming deduction under section 80C, life insurance premium may be paid by the assessee for number 1, himself only, himself or the spouse, himself, spouse and minor child, children, himself, spouse and children. അപ്പോൾ 80C ക്ലെയിം ചെയ്യുന്നതിനെ പറ്റിയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. സോ ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം ക്ലെയിം ചെയ്യാൻ എങ്ങനെ പറ്റും? ഹിംസെൽഫ്, ആ വ്യക്തിക്ക് പറ്റും, സ്പൗസിന് പറ്റും, ചിൽഡ്രനും പറ്റും ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം പേ ചെയ്യുന്നുണ്ടെങ്കിൽ. ഓക്കെ, സോ ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 30. Moving to 31, deduction under section 80CCC is allowed to the extent of എത്ര രൂപ വരെയാണ് മാക്സിമം നമുക്ക് ഡിഡക്ഷൻ കിട്ടുക എന്നുള്ളത് പറയുന്നത് 80CCCയിലാണ്. സോ ആൻസർ വരുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 31 എത്രയാ? 1,50,000 ആണ് മാക്സിമം. ഇപ്പോൾ ഈ ഇൻഷുറൻസ് ആണെങ്കിലും ലൈഫ് ഇൻഷുറൻസ് ആണെങ്കിലും പ്രൊവിഡൻറ്റ് ഫണ്ട് ആണെങ്കിലും ഒക്കെ കൂടിയിട്ട് മാക്സിമം ഒരു ലിമിറ്റ് വെച്ചിട്ടുണ്ട്. അതാണ് 1,50,000. സോ ഓപ്ഷൻ ബി ആണ് ആൻസർ. Moving to question number 32, deduction under section 80D in respect of medical insurance premium is allowed to. Medical insurance premium ആർക്കൊക്കെയാണ് പറ്റുക? Any assessee, then individual or HUF. Individual or HUF who is resident in India, then individual only. 80D medical insurance premium allow ചെയ്യാൻ പറ്റുന്നത് individual or HUF. ഓപ്ഷൻ ബി ആണ് ക്വസ്റ്റ്യൻ നമ്പർ 32 ആൻസർ വരുന്നത്. Moving to question number 33, the maximum deduction that can be claimed by the assessee under section 80D. Maximum എത്ര എമൗണ്ട് വരെയാണ് പറ്റുക? 80D 6,000, 10,000, 25,000, 25,000. ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. 34, deduction under section 80G on account of donation is allowed to. ആരൊക്കെയാണ്? ബിസിനസ് assessee only, any assessee, individual or HUF, none of these. So question number 34, any assessee 80G donation ആണ് ആർക്കൊക്കെ ക്ലെയിം ചെയ്യാൻ പറ്റുന്നുള്ളതാണ് ചോദിച്ചത്. സോ ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത് കേട്ടോ.
Moving to question number 35. Deduction in respect of rent paid under section 80 GG is allowed to any individual who is self-employed, any individual who is self-employed or who is an employee but not entitled to HRA or rent-free accommodation. Then question number D, option D, same as C, and who pays rent for his residential accommodation. അപ്പോൾ 80 GG ആർക്കാണ് ആക്സസ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ് ചോദ്യം. സോ ആൻസർ വരുന്നത് സിയും അതുപോലെ തന്നെ ഈ പറയുന്ന ബാലൻസ് ഹു പേയ്സ് റെസിഡൻഷ്യൽ അക്കോമഡേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻ ഡി ആണ് ആൻസർ വരാം കേട്ടോ. 80 GG ആർക്കാണ് ക്ലെയിം ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ് ചോദ്യം ഉണ്ടായിരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 36. മാക്സിമം ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80 GG ഷാൽ ബി ലിമിറ്റഡ് ടു. മാക്സിമം എത്ര എമൗണ്ട് വരെ നമുക്ക് ക്ലെയിം ചെയ്യാൻ സാധിക്കും? 1000 per month, 5000, 3000, 4000. So question number 36, maximum 5000 വരെയാണ് നമുക്ക് ക്ലെയിം ചെയ്യാൻ സാധിക്കുക. ഓക്കെ, മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 37. ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80 GGA ഷാൽ ബി അലൗഡ് ടു ദി എക്സ്റ്റെൻഡ്. GGA മാക്സിമം എത്ര വരെ നമുക്ക് ക്ലെയിം ചെയ്യാൻ സാധിക്കും? 37, 100% of donation, 1/4, then 1.5 times of the donations are made, 200. So question number 37, 100%. Option A ആണ് വരെ. Then 38. Deduction under section 80E is allowed for repayment of interest to the extent of എത്ര amount വരെ? 25,000, 40,000, any amount repaid 50,000 വരെ. So question number 38, any amount repaid എത്രയാണ് റീപേ ചെയ്തിട്ടുള്ളതെങ്കിൽ ഇൻട്രസ്റ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 39. ദി ക്വാണ്ടം ഓഫ് ഡിഡക്ഷൻ അലൗഡ് അണ്ടർ സെക്ഷൻ 80U. 80Uൽ എത്രയാണ്? 40, 50,000 rupees 1 lakh, 75,000 rupees 1 lakh. ക്വസ്റ്റ്യൻ നമ്പർ 39. 75,000 ആണ് ക്വാണ്ടം ഓഫ് ഡിഡക്ഷൻ അലൗഡ് അണ്ടർ സെക്ഷൻ 80U. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ഒരു ടോപ്പിക്കിൽ നിന്നുള്ള കാര്യങ്ങൾ. നമ്മുടെ നെക്സ്റ്റ് ഇനി GST ആണ് വരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 40. IGST ഈസ് പേയബിൾ വെൻ ദി സപ്ലൈ ഈസ്. IGST എപ്പോഴാണ് വരാൻ എന്നുള്ളതാണ്. നമുക്കറിയാം ഇൻട്രാ സ്റ്റേറ്റ് ഉണ്ട്, ഇൻട്രാ സ്റ്റേറ്റ് ഉണ്ട് അല്ലേ? സോ ഇൻറ്റർ സ്റ്റേറ്റ്, ഇൻട്രാ ടു യൂണിയൻ ടെറിട്ടറി, ദെൻ ഇൻട്രാ സ്റ്റേറ്റ്, ഓൾ ഓഫ് ദി അബവ്. അപ്പോൾ ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലോട്ട് നമ്മൾ ചെയ്യുമ്പോഴാണ് IGST വരിക. അപ്പോൾ ഇൻറ്റർ സ്റ്റേറ്റ് ആണ് വരിക. ഇപ്പോൾ കേരള ടു തമിഴ്നാടു ഇൻറ്റർ സ്റ്റേറ്റ് വരുമ്പോഴാണ് IGST വരിക. വിത്തിൻ സ്റ്റേറ്റ് ആകുമ്പോൾ CGST SGST സാധാരണ വരിക. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 41. മാക്സിമം റേറ്റ് ഓഫ് CGST പ്രിസ്ക്രൈബ്ഡ് ബൈ ലോ ഓഫ് ഇൻറ്റർ സ്റ്റേറ്റ് സപ്ലൈ മെയ്ഡ് ഈസ്. CGSTയുടെ മാക്സിമം എത്രയാണ് റേറ്റ് എന്നുള്ളതാണ് ചോദ്യം. സോ ഇത് 40 ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. മൂവിങ് ടു 42. വിച്ച് ഓഫ് ദി ഫോളോയിങ് ടാക്സസ് ഹാവ് ബീൻ സബ്സംഡ് ഇൻ GST. GSTയിൽ ഏതൊക്കെയാണ് നമ്മൾ മിക്സ് ചെയ്തിട്ട് GST വന്നത്? സെൻട്രൽ സെയിൽസ് ടാക്സ്, വാറ്റ്, സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടി, ഓൾ ഓഫ് ദീസ്. നിങ്ങൾക്കറിയാം GST വരുന്നേക്കാൾ മുമ്പ് ഒരുപാട് ടാക്സ് ഡീറ്റെയിൽസ് ഉണ്ടായിരുന്നു. സെയിൽസ് ടാക്സ്, എക്സൈസ്, വാറ്റ്, ഇതൊക്കെ കൂടി ക്ലബ് ചെയ്തിട്ടാണ് GST വന്നത്. അപ്പോൾ എന്താണ് ആൻസർ? ഓൾ ഓഫ് ദീസ്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 43. GST is levied on supply of goods of all goods and services except. GST വരാത്ത പ്രോഡക്റ്റ് താഴെ പറയുന്നതിൽ ഏതാണ്? ആൽക്കഹോളിക് ലിക്വർ ഫോർ ഹ്യൂമൻ കൺസംഷൻ, ടൊബാക്കോ, ഹെൽത്ത് കെയർ സർവീസസ്. എന്താണ്? ഓൾ ഓഫ് ദി എബവ്. എന്താണ് GST വരാത്തത്? ഗുഡ്സ് ആൻഡ് സർവീസസ്, ആൽക്കഹോളിക് ലിക്വർ. സോ ഫോർ ഹ്യൂമൻ കൺസംഷൻ. സോ ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. അതിന് GST വരില്ല. GST വെച്ചാൽ മുതലാവില്ല എന്നുള്ളതാണ് ഗവൺമെൻറ്റിന്. ബിക്കോസ് അത്രത്തോളം ടാക്സ് ഇമ്പോസ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് 44. ദി ഫങ്ഷൻസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് നെറ്റ്വർക്ക് GSTN ഇൻക്ലൂഡ്. GSTN ഗുഡ്സ് ആൻഡ് സർവീസ് നെറ്റ്വർക്ക് GSTN എന്താണ് ചെയ്യുന്നത്? അവരുടെ ഫംഗ്ഷൻ എന്താണെന്നുള്ളതാണ്. ഫെസിലിറ്റേറ്റിംഗ് രജിസ്ട്രേഷൻ, forwarding the return to central and state authorities, computation and settlement of GST, all of the above.
So question number 44 and the answer all of the above. ഇതൊക്കെ ചെയ്യുന്ന പരിപാടിയാണ് GST network, GSTN. Then question number 45, aggregate turnover does not include. Aggregate turnover എന്ന് പറയുമ്പോൾ include ചെയ്യാത്തത് inward supplies on which tax is payable on reverse charge basis. Then exempt supplies, export of goods or services or both, interstate supplies of persons having the same PAN number. അപ്പോൾ അഗ്രിഗേറ്റ് ടേൺ ഓവർ എന്ന് പറഞ്ഞിട്ട് ഒരു വ്യക്തിയുടെ എടുക്കുമല്ലോ, അതിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാത്തത് എന്താണ് പറയേണ്ട ആവശ്യമില്ല, ഈസി അല്ലേ, റിവേഴ്സ് ചാർജ് ബേസിസിലുള്ളത് എടുക്കില്ല. ഓപ്ഷൻ എ ആണ് ആൻസർ വരെ. Then moving to question number 46, which of the following does not belongs to the benefits of GST? GSTയുടെ ബെനിഫിറ്റിൽ വരാത്തത് creation of unified national market, boost to make in India initiative, reduction of complaints burden on taxpayers, elimination of multiple taxes and double taxation. So question number 46 എന്താണ് reduction of complaints burden on taxpayers does not belongs to the, അതിപ്പോൾ ഓൾറെഡി എന്താണ് ഗവൺമെൻറ്റിൻ്റെ കോമൺ ആയിട്ടുള്ളൊരു എയിമാണ്. അപ്പോൾ യൂണിഫൈഡ് മാർക്കറ്റിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് GSTയുടെ ഒരു ബെനിഫിറ്റ് തന്നെയാണ്. മേക്ക് ഇൻ ഇന്ത്യ, ഡബിൾ ടാക്സേഷൻ ഒഴിവാക്കുക, ഇതൊക്കെ ബെനിഫിറ്റാണ്. ഇത് റിഡക്ഷൻ ഓഫ് കംപ്ലൈൻറ്റ്സ് ബർഡൻ ഓൺ ടാക്സ് പേയേഴ്സ്, അത് ഇതിൻ്റെ GSTയുടെ മാത്രമായിട്ടുള്ളൊരു ബെനിഫിറ്റ് ആണെന്ന് പറയാൻ സാധിക്കില്ല. സോ ഓപ്ഷൻ 46 അല്ല സി ആണ് ക്വസ്റ്റ്യൻ നമ്പർ 46ൻ്റെ ആൻസർ വരാം. മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 47, വിച്ച് ഓഫ് ദി ഫോളോയിങ് not included in definition of goods as defined under section 2 subsection 52 of CGST Act 2017, actionable claim, growing crops, money, none of these. ഈസി ആയിട്ട് പറയാം പഠിച്ചവർക്ക് ഓപ്ഷൻ സി ആണ് വരാം. മണി ഗുഡ്സിൻ്റെ കീഴിൽ വരില്ല എന്നുള്ളതാണ് ഡെഫിനിഷനിൽ. 48, a dash supply comprising of 2 or more supplies shall be treated as the supply of that particular supply that attracts higher rate of tax. Composite, mixed, both A and B, none of these. Question number 48, എന്താ സംഭവം? രണ്ട് ഐറ്റംസ് ഒരുമിച്ച് മിക്സ് ചെയ്തിട്ട് നമ്മൾ സപ്ലൈ ചെയ്യും. അതിൽ ഏതിൻ്റെ റേറ്റ്, അപ്പോൾ ഏതിൻ്റെ റേറ്റ് ആണോ, ഏത് പ്രോഡക്റ്റിൻ്റെ ആണോ കൂടുതൽ റേറ്റ് എങ്കിൽ അതായിരിക്കും നമ്മൾ ചാർജ് ചെയ്യുക, അല്ലേ? ഇപ്പോൾ ഈ പെന്നും മൊബൈലും കൂടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, ഒരുമിച്ച് വിൽക്കുകയാണ്. അപ്പോൾ ഏതിനാണോ കൂടുതൽ റേറ്റ് ഓഫ് GST വരുന്നത് അതിൻ്റെ റേറ്റ് ആയിരിക്കും ഈ ടോട്ടൽ പ്രോഡക്റ്റിന് വരാം. അപ്പോൾ അത് ഏതാ കൺസെപ്റ്റ്? മിക്സഡ് സപ്ലൈ പഠിച്ചിട്ടുണ്ടായിരിക്കും നമുക്ക്, അല്ലേ? ഓപ്ഷൻ ബി ആണ് ആൻസർ വരാം ക്വസ്റ്റ്യൻ നമ്പർ 48. 49, GST is a comprehensive tax regime covering goods, services, both goods and services, goods, services and imports. Easy question, question number 49, both goods and services. ആ പേരിൽ തന്നെ ഉണ്ട് അല്ലേ, GST. ഓപ്ഷൻ സി. 50, what are the taxes levied on an intra-state supply? Intra-state supply എന്ന് പറയുമ്പോൾ വിത്തിൻ ദി സ്റ്റേറ്റ് വരുമ്പോഴാണ്. ഞാൻ നേരത്തെ പറഞ്ഞു അതിൻ്റെ ആൻസർ CGST, SGST, CGST and SGST, IGST. എന്താ? ഓപ്ഷൻ സി, CGST and SGST. So that's about question number 50. Question number 51, who will notify the rate of tax to be levied under CGST Act? ആരാണ് ഇതൊക്കെ പുറപ്പെടുവിക്കുന്നത്? സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ്, GST കൗൺസിൽ. സെൻട്രൽ ഗവൺമെൻറ് ആസ് പെർ ദി റെക്കമെൻഡേഷൻ ഓഫ് GST കൗൺസിൽ. ക്വസ്റ്റ്യൻ നമ്പർ 51 ഏതാ? സെൻട്രൽ ഗവൺമെൻറ്, റെക്കമെൻഡേഷൻ ഓഫ് GST കൗൺസിൽ. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരാം. ഓക്കെ. 52, IGST means interstate GST, integrated GST, then import GST, international GST. എന്താണ് integrated GST? ഓപ്ഷൻ ബി ആണ് ആൻസർ വരാം കേട്ടോ. 52. So that's about ഒരു ചോദ്യം. Moving to 53, what is the time of supply of goods liable to tax under reverse charge mechanism? Time of supply reverse charge mechanism, date of receipt of goods, date on which the payment is made, date immediately following 30 days from the date of issue of invoice by the supplier, ഇതില് earlier of A, B or C. So question number 53 earlier ആണ് വരാ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. റിവേഴ്സ് ചാർജിങ് വരുമ്പോൾ ടൈം ഏതാണ് എടുക്കുക എന്നുള്ളതാണ് ചോദ്യം. സോ ഡേറ്റ് ഓഫ് റിസീപ്റ്റ് അല്ലെങ്കിൽ പേയ്മെൻറ്റ്, ദെൻ date immediately following 30 days from the issue of invoice by the supplier. ഇതിൽ മൂന്നെണ്ണത്തിൽ earlier ആണ് ഏതാണെങ്കിൽ അതാണ് എടുക്കുക. 54, IGST Act
2017 extend to the whole of India except the state of Jammu and Kashmir, whole of India except the state of Jammu and Kashmir and Pondicherry, and none of the above. Question number 54, option P, whole India. എല്ലായിടത്തും ഇന്ത്യയിലെ എല്ലായിടത്തും GST applicable ആണ്. Then 55, what is the time of supply of goods in case of forward charge? Date of issue of invoice, due date of issue of invoice, date of receipt of consideration by the supplier, earlier A and B. Question number 55, earlier A and B le ഏതാണ് earlier? Date of issue of invoice or due date of issue of invoice, whichever is earlier. Option D ആണ് answer. Moving to question number 56, what is the time of supply of goods in case of supplier opting for composition levy under section 10 of the GST Act 2017? Composition levy opt ചെയ്യാണെങ്കിൽ time of supply കാര്യമാണ് ചോദിക്കുന്നത്. Date of issue of invoice, date of receipt of consideration by the supplier, later A and B, earlier A and B. Question number 56, earlier A and B. Option D ആണ് ആൻസർ വരിക. Date of issue of invoice or date of receipt of consideration by the supplier, അതിൽ earlier ഏതാണെങ്കിൽ അതാണ് വരിക. Question number 56, option D. 57, what is the time of supply of vouchers when the supply with respect to the voucher is identifiable? ഐഡന്റിഫൈബിൾ ആയിട്ടുള്ള വൗച്ചറിൻ്റെയും ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കാത്തതുണ്ട്. ഐഡന്റിഫൈബിൾ ആയിട്ടുള്ള വൗച്ചറിൻ്റെ ആണ് ചോദിക്കുന്നത്. ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് വൗച്ചർ, ഡേറ്റ് ഓഫ് റിഡംഷൻ, ഏർലിയർ ഓഫ് എ ആൻഡ് ബി, വിച്ച് എവർ ഇസ് ലേറ്റർ. എ ആൻഡ് ബിയിൽ ആൻസർ വരുന്നത് എ ആണ്. ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് വൗച്ചർ ആണ് എടുക്കുക ഐഡന്റിഫൈബിൾ വൗച്ചർ ആണെങ്കിൽ. So that's about question number 57. Then 58, what is the date of receipt of payment? Date of entry in the books, date of payment credited into the bank account, date of deposit of check into the bank account, earlier of A and B. So 58, earlier of A and B എന്ന് പറഞ്ഞാൽ date of entry in the books or date of payment credited into the bank account. അതിൽ earlier ആണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ കേട്ടോ. Moving to question number 59, what is the time of supply of service if the invoice is issued within 30 days from the date of provision of service? Number 1, date of issue of invoice. Number 2, date on which the supplier receives payment. Date of provision of service, earlier of A and B. Question number 59, earlier of A and B. Date of issue of invoice or date on which the supplier receives payment, whichever is earlier. Option D ആണ് answer. Moving to 60, what is the time of supply of service where services are received from an associated enterprise located outside India? Time of supply, date of entry of service in the books of account of receipt of service, date of payment, earlier of A and B, date of entry of services in the books of the supplier of service. Question number 60, option C, earlier of A and B. ഇതിൽ earlier ഏതാണെങ്കിൽ അതാണ് വരിക കേട്ടോ. Then question number 61, time of supply means the point in time when GST is actually paid by the supplier of goods or services. The point in time when GST is actually paid after taking input credit by the supplier of goods or services. The point in time when goods have been deemed to be supplied or services have been deemed to be provided. Then the point in time when GST return is filed by the supplier of goods or services. So 61, ടൈം ഓഫ് സപ്ലൈയുടെ കൺസെപ്റ്റ് ആണ് ചോദിക്കുന്നത്. എന്താണ്? ഓപ്ഷൻ സി ആണ് വരാം. ദി പോയിന്റ് ഇൻ ടൈം വെൻ ഗുഡ്സ് ഹാവ് ബീൻ ഡീംഡ് ടു ബി സപ്ലൈഡ് ഓർ സർവീസസ് ഹാവ് ബീൻ ഡീംഡ് ടു ബി പ്രൊവൈഡഡ്. അത് എപ്പോഴാണ് എന്നുള്ളതാണ് ചോദ്യം. സോ ഓപ്ഷൻ സി ആണ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 61. Moving to 62, what is the time of supply of services where the supplier is liable to pay tax under a forward charge and the invoice is not issued within the prescribed period? Prescribed period ചെയ്തിട്ടില്ലെങ്കിൽ എങ്ങനെയാണ് ടൈം ഓഫ് സപ്ലൈ? ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ഇൻവോയ്സ്, ഡേറ്റ് ഓഫ് കംപ്ലീഷൻ ഓഫ് പ്രൊവിഷൻ ഓഫ് സർവീസസ്, ഡേറ്റ് ഓഫ് റിസീപ്റ്റ് ഓഫ് പേയ്മെന്റ്, ഡേറ്റ് ഓഫ് കംപ്ലീഷൻ ഓഫ് provision of service or date of receipt of payment, whichever is earlier. Question number 62, D ആണ് വരാ. ഡേറ്റ് ഓഫ് കംപ്ലീഷൻ ഓഫ് പ്രൊവിഷൻ ഓഫ് സർവീസ് or date of receipt of payment, whichever is earlier. Okay. Moving to 63,
What is the time of supply of import of service? Import of service in the case of time of supply. Time of supply എന്താണ്? Date of entry of services in the books of account of receipt of service. Date of payment 61st day from the date of invoice. Earlier of B or B and C. അതിൽ earlier ഏതാണെങ്കിൽ അത്. So question number 63 option D ആണ് വരാ, earlier of B and C. Okay, 63 option number D. 64 which of the following shall not included in value of supply? Value of supply include ചെയ്യാത്തത് GST, interest, late fee, commission. So 64 and the GST itself. Option A. Moving to 65, the value of supply should include include ചെയ്യുന്ന കാര്യങ്ങളാണ് ചോദ്യം. Any non-GST taxes, duties, cesses, fees charged separately by the supplier. Number 1, interest, late fee or penalty for delayed payment of any consideration for any supply. Subsidies directly linked to the price except subsidies provided by the central and state governments. Then all of the above. So question number 65 option D ആണ് വരാ, all of the above. Okay. Moving to 66, value of supply under section 15 subsection 1 is wholesale price, market value, maximum retail price, transaction value. നിങ്ങൾക്ക് ഓപ്ഷൻസ് കാണുമ്പോൾ തന്നെ അതിൻ്റെ ആൻസർ കിട്ടിയിട്ടുണ്ടായിരിക്കും. എന്താ നമ്മൾ ഏറ്റവും കൂടുതൽ വാല്യൂ സപ്ലൈയിൽ പറയുന്നൊരു വേർഡാണ് ട്രാൻസാക്ഷൻ വാല്യൂ. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരാം. Moving to question number 67, which of the following forms part of transaction value? GST compensation says payments made to third parties by the recipient on behalf of the supplier in relation to the supply, entertainment tax levied by local authority, all of the above. So question number 67, all of the above. Transaction value എന്ന് പറയുമ്പോൾ ഇതൊക്കെ ഇൻക്ലൂഡഡ് ആണ്. 68, when can transaction value be rejected for computation of value supply? When the buyer and seller are related and price is not the sole consideration. When the buyer and seller are related and or price is not the sole consideration. It can never be rejected when the goods are sold at very low margins. So question number 68 option B ആണ് when the buyer and seller are related or price is not the sole consideration. Option B ആണ് ആൻസർ വരാം കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 68. 69, what deductions are allowed from the transaction value? Discounts offered to customers subject to condition, packing charges subject to condition, amount paid by customer on behalf of the supplier subject to condition, freight charges incurred by the supplier for CAF terms of supply subject to conditions. Question number 69, option A ആണ് discounts offered to customers subject to condition. 70, the value supply of goods and services shall be the transaction value, MRP, market value, none of these. Question number 70, option A ആണ് transaction value. ഇത് എല്ലാവർക്കും അറിയാം. transaction value എന്ന് കാണുമ്പോൾ മറക്കരുത് കേട്ടോ. Option A. Going to 71, ITC input tax credit can be claimed by a registered person for taxable supply for business purpose, exempted supply, non-taxable supply, all of the above. Question number 71, taxable supply for business purpose. 71. Then 72, which of the following persons are not liable for registration? GST registration വേണ്ടാത്തവര്. Any person engaged exclusively in supplying services wholly exempt from tax. Casual taxable person, both A and B, none of the above. Question number 72. Any person engaged exclusively in supplying services wholly exempt from tax. Option A ആണ് ആൻസർ വരാ. 73, within how many days a person should apply for registration? Within 60 days from the date he becomes liable for registration. 30 days within from the date he becomes liable for registration, no time limit. Within 90 days from the date he becomes liable for registration. 73, option B ആണ് വരാം. 30 ദിവസത്തിനുള്ളിലാണ് ആള് ലൈബിൾ ആയ 30 ദിവസത്തിനുള്ളിൽ. Then next
Renting of immovable property is supply of goods, service, neither supply of goods nor supply of service, neither a supply of goods or supply of services. Question number 74. Option B, supply of service ആണ് വരിക, renting of immovable property. Option B ആണ് ആൻസർ കേട്ടോ. Then 75. What is the validity of registration certificate? 1 year, no validity, validity till it is cancelled, 5 years. So question number 75, option C ആണ് validity, valid till it is cancelled. രജിസ്ട്രേഷൻ എടുത്തു കഴിഞ്ഞാണെങ്കിൽ അത് ക്യാൻസൽ ആവണ വരെ അതിന് വാലിഡിറ്റി ഉണ്ട്. 76. What would be the tax rate applicable in case of composite supply? കോമ്പോസിറ്റ് സപ്ലൈയിൽ റേറ്റ് എങ്ങനെയാണ് എടുക്കുക എന്നുള്ളതാണ് ചോദ്യം. നമ്മൾ നേരത്തെ മിക്സറിൻ്റെ പറഞ്ഞു. ടാക്സ് റേറ്റ് ആസ് ആപ്ലിക്കബിൾ ഓൺ പ്രിൻസിപ്പൽ സപ്ലൈ അല്ലേ, മെയിൻ ഐറ്റം ഏതാണ് അതിൻ്റെയാണ് എടുക്കുക. ശരിക്കും അതാണ് ആൻസർ, ഇനി വേറെ പറയേണ്ട ആവശ്യമുണ്ടോ. പ്രിൻസിപ്പൽ സപ്ലൈയുടെയാണ് എടുക്കുക. ദെൻ 76. 77. Dash means two or more individual supplies of goods or services or any combination thereof made in conjunction with each other by a taxable person for a single price where such supply does not constitute a composite supply. Question number 77 അതിനെയാണ് എന്താ പറയുക, മിക്സഡ് സപ്ലൈ. ഓപ്ഷൻ എ the answer. 78. Which of the following persons are not liable for registration? നേരത്തെ വന്നല്ലേ. Question number 78. Any person engaged exclusively in supplying goods or service wholly exempt from tax. Option A ആണ് വരാ. 79. An agriculture is not required to take registration if he supplies any agricultural produce grown by him or other agricultural produce out of cultivation of land, all of the above. Question number 79, option C, agricultural produce out of cultivation of land. 79C. 80. Which of the following forms are used for applicable for registration? Registration applicable ആയിട്ടുള്ള form. So question number 80, അപ്പോൾ അതിൽ form GSTR 1, 2, then form GSTR 01, then GSTR 02. സോ ഇതിൽ ആൻസർ വരുന്നത് 01 ആണ് ആൻസർ വരാം. GST രജിസ്ട്രേഷൻ 01, ഓപ്ഷൻ സി ആണ് ആൻസർ. 81. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ കറക്റ്റ്? താഴെ പറയുന്നതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത്? വോളണ്ടറി രജിസ്ട്രേഷൻ നോട്ട് പോസിബിൾ അണ്ടർ GST. then are not possible എന്ന് പറയുന്നത്. then voluntary registered person is not liable to comply with all the provision of GST. a person may get himself registered voluntarily and shall comply with all the provision of GST, none of the above. അപ്പോൾ ഇതിൽ ശരിയായിട്ടുള്ളത് ഏതാണെന്നുള്ളതാണ്. ഓപ്ഷൻ സി ആണ് വരാം. വോളണ്ടറിലി എടുക്കാം, പിന്നെ GST പ്രൊവിഷനൊക്കെ ആപ്ലിക്കബിൾ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 81, ഓപ്ഷൻ സി. Then 82. A certificate of registration shall be issued by the proper officer in form. അപ്പോൾ ഏത് ഫോമാണെന്നുള്ളതാണ് ചോദ്യം. ക്വസ്റ്റ്യൻ നമ്പർ 82. 02, 03, 04, 06. സോ ക്വസ്റ്റ്യൻ നമ്പർ 82, 06 ആണ് ഒരു GSTR. ഓക്കെ. ഓപ്ഷൻ ഡി. 83. Which of the following requires amendment in the registration certificate? Change of name of the registered person, change in constitution of the registered person, switching over from composition scheme to normal, and vice versa, all of the above. 83, option D എല്ലാത്തിനും amendment requires amendment in the registration certificate, all of the above. Option D ആണ് ആൻസർ വരാം. Moving to 84. A voluntary registered person's registration can be cancelled if the person does not start business within. വോളണ്ടറിലി ആയിട്ട് രജിസ്റ്റർ ചെയ്ത വ്യക്തിയുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യും. എത്ര മാസത്തിനുള്ളിൽ ചെയ്തിട്ടില്ലെങ്കിൽ എന്നുള്ളതാണ്. 3 months ഫ്രം ദി ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ, 6, 9, 1 month. സോ ക്വസ്റ്റ്യൻ നമ്പർ 84, ഓപ്ഷൻ ബി ആണ് വരിക, 6 months. ഓക്കെ. 85. Which of the following person can opt for composition scheme? Composition scheme താഴെ പറയുന്നതിൽ ആർക്ക് പറ്റും? Person making any supply of goods which are not leviable to tax under this act. Person making any interstate outward supply of goods. Person effecting supply of goods
through an e-commerce operator liable to collect tax at source? None of the above. Question number 85, none of the above. Composition scheme ആണ് നമ്മൾ ഓപ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ നോർമൽ അല്ലേ റേറ്റ് ഓഫ് ടാക്സ് GST അവിടെ വരില്ല എന്നുള്ളതാണ്. അവർ ചെറിയൊരു പെർസെൻറ്റേജ് മാത്രമാണ് ഗവൺമെൻറ്റിലോട്ട് അടയ്ക്കേണ്ട ആവശ്യമുള്ളൂ. ബട്ട് ITC ക്ലെയിം ചെയ്യാൻ സാധിക്കില്ല എന്ന് മാത്രം. ഓക്കെ. Then 86. Any registered person whose registration is cancelled by the proper officer on his own motion may apply to such officer for revocation of cancellation of the registration in the prescribed manner within dash from the date of service of the cancellation order. 180 days, 120 days, 90 days, 30 days. Question number 86. 30 days. Okay. 87. As per section 25 of CGST Act 2017, a casual taxable person shall apply for registration at least dash prior to the commencement of business. Casual taxable person എത്ര ദിവസത്തെ ആണ് ടൈം പീരീഡ് അവിടെ പറഞ്ഞിട്ടുള്ളത്? 5 days ആണ്. അറ്റ്ലീസ്റ്റ് 5 days prior to the commencement of business registration apply. ഓപ്ഷൻ എ ആണ് ആൻസർ. ടോക്കസ് നമ്പർ 87. Then 88, question number 88. In case of taxable supply of services, invoice shall be issued within a period of dash from the date of supply of service. 30, 45, 60, 90. So എത്ര ദിവസമാണ്? 30 days ആണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ എ ആണ്. 89. Tax invoice must be issued by dash on supplies made by him. Every supplier, every taxable person, every registered person not paying tax under composition, then all of the above. Question number 89, option C. Every registered person not paying composition scheme അല്ലാത്തവർക്ക്. Then 90. Which of the following is an interstate supplier of goods located in Delhi and place of supply of goods to special economic zone located in Delhi? Then located in Delhi, place of supply of goods in Jaipur. Located in Delhi and place of goods is to an special economic zone located in Chandigarh. All of the above. Question number 90, option D ആണ് വരോ. എന്താണ് all of the above എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ one state to another വരുമ്പോൾ അതൊക്കെ എന്താ ഇന്റർസ്റ്റേറ്റ് സപ്ലൈക്ക് എക്സാമ്പിൾസ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 90. അപ്പോൾ ഇതൊക്കെ എന്താണ് ഇന്റർസ്റ്റേറ്റ് സപ്ലൈയുടെ എക്സാമ്പിൾ വരും. അതാണ് ഓൾ ഓഫ് ദി അപ്പോൾ. 91. Which of the following statements is true? ITC of CGST is first utilized for the payment of CGST and balance is utilized for payment of SGST and UTGST. ITC of SGST is first utilized for SGST പിന്നെ CGSTക്ക് വേണ്ടിയിട്ട്. ITC of CGST first CGST balance IGST then all of the above. Question എങ്ങനെയാണ് അതിൻ്റെ സെറ്റ് ഓഫ് എന്നുള്ളത് പഠിച്ചവർക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ സാധിക്കും. ഓപ്ഷൻ സി ആണ് ക്വസ്റ്റ്യൻ നമ്പർ 91 വരാം. ITC of IGST first utilized for CGST then balance IGST. Okay. Option C 91. Any in case of supply of exempted goods or service or both, the registered person shall issue tax invoice, bill of supply, receipt voucher, any of these. Question number 92, option B ആണ് a bill of supply. Then in case of supply of goods by composition dealer, the registered person shall issue tax invoice, bill of supply, receipt voucher, any of these. Question number 93, bill of supply. Then option B 94, where advance payment is received, the registered person shall issue tax invoice, bill of supply, receipt voucher, any of these. 94, option C, receipt voucher, advance payment കിട്ടാണ്. 95, the tax invoice in case of supply of goods is issued in triplicate, duplicate, either A or B, at the option of taxpayer, either A or B, at the option of proper officer. So question number 95 answer വരുന്നത് triplicate. The tax invoice in case of supplier of goods is
issued in triplication. A ആണ് triplicate. Okay. Moving to 96. What is the nature of supply if the nature of supply is not determinable? Intrastate, interstate, either A or B of tax option of tax payer, either A or B at the option of proper officer. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 96 ഓപ്ഷൻ ബി ആണ് വരിക, ഇൻറ്റർസ്റ്റേറ്റ്. നേച്ചർ ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കില്ലെങ്കിൽ അതിനെ ഇൻട്രസ്റ്റേറ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. ഓക്കെ. ദെൻ വിച്ച് ഓഫ് ദീസ് ഇലക്ട്രോണിക് ലെഡ്ജേഴ്സ് ആർ മെയിൻറ്റെയിൻഡ് ഓൺലൈൻ? ഇലക്ട്രോണിക് ലൈബിലിറ്റി ലെഡ്ജർ, ക്രെഡിറ്റ് ലെഡ്ജർ, ക്യാഷ് ലെഡ്ജർ, ഓൾ ഓഫ് ദീസ്. എല്ലാവർക്കും അറിയുന്നതാണ് ഓൾ ഓഫ് ദീസ്. എല്ലാതും ഇലക്ട്രോണിക് ആണ്. ഓപ്ഷൻ ഡി 98. Deposit towards tax, penalty, interest, fee or any other amount are credited into dash of a taxable person. Electronic liability, credit, cash, all of these. Question number 98 option C, electronic cash ledger. Deposit in a cash ledger lana. Then input tax credit are self-assessed in the return of registered person shall be credited which of the following ledger? Electronic liability, credit ledger, cash ledger, all of these. Option B, electronic credit ledger. Question number 99 option B ആണ് ആൻസർ വരിക. 100. Which of the following items are debited to electronic credit ledger? Output tax, interest, penalty, all of these. So output tax ആണ് electronic credit ledger വരിക. Option A ആണ് ആൻസർ. Then 101. Which of the following items are debited to electronic credit ledger? Output tax, interest, penalty, all of these. ആൻസർ വരുന്നത് ഇൻട്രസ്റ്റ്. ഓക്കെ. ഡെബിറ്റഡ് ആണ് ചോദ്യം. 102. Which input tax credit cannot be claimed against which output tax liability? IGST, SGST, CGST, IGST, SGST, IGST, CGST, SGST. So ആൻസർ വരുന്നത് CGST, SGST. Which input tax credit cannot be claimed against? അങ്ങോട്ടും പറ്റാത്തത് CGST, SGST. 102 ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഇൻട്രസ്റ്റ് ഈസ് പേയബിൾ ഓൺ ബിലേറ്റഡ് പേയ്മെന്റ് ഓഫ് ടാക്സ്, അൺഡ്യൂ എക്സസ് ക്ലെയിം ഓഫ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്, അൺഡ്യൂ ഓർ എക്സസ് റിഡക്ഷൻ ഇൻ ഔട്ട്പുട്ട് ടാക്സ് ലൈബിലിറ്റി, ഓൾ ഓഫ് ദി അബോവ്. 103 ഓപ്ഷൻ ഡി ആണ് ആൻസർ, ഓൾ ഓഫ് ദി അബോവ്. 104. Which of the following liability cannot be adjusted against input tax credit of CGST? IGST, SGST, UTGST, all of these. Then none of these. 104 option B ആണ് വരാ. SGST, UTGST പറ്റില്ല എന്നുള്ളതാണ്. സ്റ്റേറ്റും യൂണിയൻ ടെറിട്ടറി. Which of the following activities outside the scope of supply and not taxable under GST? A. Services by an employee to the employer in the course of or in relation to the employment. Services of funeral. Actionable claims other than lottery, betting and gambling. All of the above. 105 option D ആണ്. All of the above. 106. Which date is considered as date of deposit of tax dues? Date of presentation of check, payment, date of credit of amount in the account of government. None of the above. 106 option C, date of credit of amount in the account of government. Option C ആണ് വരാട്ടോ. ഓക്കെ. 106 ആണ് പറഞ്ഞത്. Then 107. Who is required to furnish details of outward supplies in form GSTR? 1. Persons paying tax under composition scheme, non-resident taxable person, both A and B. None of the above. So option D, none of the above. Then 108. What does N stands for in HSN? Network, nationalization, nomenclature, nomination. Option C ആണ് ആൻസർ വരാൻ, nomenclature. 108. Moving to 109. Which form is furnished for submission of details of outward supplies under section 37? GSTR 1, 2, 3, 5. 109A. GSTR 1. 110. What is the due date for submission of monthly GSTR 1? On or before 10th day of immediately succeeding month, 15th
17th, 20th, 110A, 10th day of the immediately succeeding month. 110 option A ആണ് ആൻസർ വരാം. 111 composition taxpayer is required to file return in form number GSTR 2345. composition opt ചെയ്തിട്ടുള്ള ആൾക്കാർ GSTR 4 ആണ് ഫയൽ ചെയ്യേണ്ടത് കേട്ടോ. 111 ഓപ്ഷൻ സി ആണ് ആൻസർ വരിക. Then 112, the due date for filing GSTR 3B on 10th day of the next month, 15th day of the next month, 17th on or before 20th day of the next month. So 112 option D ആണ് വരിക, on or before 20th day of the next month. Option D. 113, which of the following are not required to file the annual return? Annual return ചെയ്യേണ്ടാത്തവർ: ഇൻപുട്ട്, സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ, കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ, നോൺ റെസിഡന്റ് ടാക്സ് പെയർ. all of these. 113 ഓപ്ഷൻ ഡി, all of these. ഇവരൊന്നും ചെയ്യണ്ട, റിട്ടേൺ ഫയൽ ചെയ്യണ്ട. Then 114, who is authorized to conduct audit under section 35 subsection 5 of the GST Act 2017? Chartered accountant or cost accountant, any person having master degree in finance of recognized university, company secretary, all of the above. ആർക്ക് ചെയ്യാൻ പറ്റും? ഓഡിറ്റ്, all of the above. 114. Then 115, a registered person whose aggregate turnover during a financial year exceeds INR 2 crore is required to file which of the following document? Annual return, audited annual accounts, a reconciliation statement duly certified in prescribed form, all of the above. all of the above ഒക്കെ ചെയ്യേണ്ടതാണ്. ഓക്കെ, സോ ഇതൊക്കെയാണ് നമുക്ക് MCQ ക്വസ്റ്റ്യൻ ആയിട്ട് 20 മാർക്കിൻ്റെ യൂണിവേഴ്സിറ്റി നൽകിയിട്ടുള്ള. സോ നമ്മളെല്ലാവരും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ഒരൊറ്റ വീഡിയോയിൽ നമുക്ക് ഇതൊക്കെ ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ ബാലൻസ് സബ്ജക്ട്സിൻ്റെയും നമ്മൾ MCQ ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എൻറ്റയർ സ്മാർട്ട് സ്റ്റഡി വീഡിയോസ് എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ചാനലിലൂടെ എക്സ്പെക്ട് ചെയ്യാം. നിങ്ങൾക്ക് ഏതൊക്കെ തരത്തിലുള്ള വീഡിയോസാണ് വേണ്ടതെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.